All right. Good evening, both of Good you. evening. Okay, first things first. I heard to a point the report. I've been summoned because this is a to a point. Black Hand wants me to assist him on this situation. I normally don't come for these kind of things, but I was called in. Pretty much now. I want to hear both your sides turn by turn. You understand? So when TVS speaks, BSP keeps silent. Chat When നോക്കുന്നില്ല. BSP speaks, TV keeps silent. And if you got anything to say after they say their side of their events, you can interject after they say it. Is that all right? Sounds good? Okay. Okay. So ഫസ്റ്റ് ടി വിയുടെ സൈഡിൽ നിന്ന് പറയട്ടെ. അപ്പോൾ വീണ്ടും പറയാണ്, നിങ്ങൾ ഇത് ഒരാൾ സംസാരിക്കുന്ന സമയത്ത്, ഒരു ടീം സംസാരിക്കുന്ന സമയത്ത് മറ്റേ സൈഡിൽ നിന്ന് സംസാരമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ നിങ്ങളുടെ ഒരു ഡിസിഷനോ ഒരു ഫെയറബിളായിട്ട് ഡിസിഷൻ നമുക്ക് തോന്നിയ രീതിക്ക് നമ്മൾ എടുക്കും. ഓക്കെ, അതിൽ നിങ്ങൾ ഒത്തൊരുങ്ങി പൊക്കോളണം. സോ അത് ഒന്ന് we're trying to reach a middle ground over here. And most probably, from what I have heard, it will end up in a war. But let's hear what you guys got to say. Okay. Go on. Go on. Okay. Okay. Situation My apologies, but can you just make your voice a little louder? I'm sorry. hello. Yes, much better. Thank you. ഓക്കെ സിറ്റുവേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത് ഈ ലീഡറിന്റെ സിറ്റുവേഷൻ ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. ഫസ്റ്റ് ഇവര് ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വണ്ടി ഇട്ടിട്ട് നമ്മളെ ലീഡറിനെ വണ്ടി ഇടിച്ചിട്ട് പോയി. അവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അവിടെ വെച്ച് സംസാരമായി. ഗരേജ് ആയിരുന്നു, മുതുക്കിന്റെ ഗരേജിലായിരുന്നു. അവിടെ പബ്ലിക് ആയിട്ട് ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് അവിടുന്ന് ആ സിറ്റുവേഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പോയത്. അതിനുശേഷം നമ്മുടെ ഗ്യാങ്ങിലുള്ള മറ്റു മെമ്പേഴ്സ് ആയിട്ട് ഇവര് റാൻഡം ആയിട്ട് കുറച്ച് സിറ്റുവേഷൻസ് വണ്ടി ഇടിക്കൽ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നലെ കറന്റ് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2-3 മെമ്പേഴ്സ് ഇന്നലെ ഇതിൽ ടാഗില് ഇട്ടിരുന്നു ഹായ് BSP എന്നുള്ള രീതി ഇട്ടിരുന്നു. ഇവര് തിരിച്ച് ഹായ് TV എന്നുള്ള രീതിയിൽ ഇട്ട്. കുറെ കഴിയുമ്പോൾ നമ്മളൊരു മെമ്പർ വെച്ച് BSP ഇല്ലേ സിറ്റിലെന്ന് ചോദിച്ചപ്പോ ഒരു കാരണമില്ലാതെ ഇവരെ ഗ്യാങ്ങിലുള്ള പുഷ്പ എന്ന് പറയുന്ന ആള് വന്നിട്ട് ലൈക്ക് ഇതിന്റെ അകത്ത് വന്നിട്ട് നിങ്ങളുടെ ലീഡർ പണ്ട് ഓടിപ്പോയതുപോലെ സിറ്റിന്ന് ഓടി പോകത്തില്ല എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം, ലീഡറിനെ പറ്റി നമ്മളൊരു ലീഡറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത്, അതാണ് എന്റെ അടുത്ത് നമ്മുടെ ലീഡർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ള ലീഡേഴ്സിന് റെസ്പെക്ട് ചെയ്യുക, അവര് വാല്യൂ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നമ്മുടെ ലീഡർ ഒന്നാമത്തെ കാര്യം സിറ്റുവേഷൻ ഇല്ല. രണ്ടാമത്തെ കാര്യം, ലീഡറിനെ പറ്റി അവിടെ പറയേണ്ട ഒരു കാര്യമില്ല ഇവർക്ക്. സോ ആ 3 പേരായിട്ടുള്ള കോൺവെർസേഷനിൽ എൻ്ററിൽ ഗ്യാങ് ഇൻവോൾവ് ആവുന്ന രീതിയിൽ ഇവര് ലീഡറിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഞാൻ അടക്കം ആ സിറ്റുവേഷൻ ഇൻവോൾവ് ആയി ലീഡറിനെ പറഞ്ഞതിന്റെ പേരിൽ. സോ പുഷ്പ അത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മൾ അതിനുശേഷം ഇവരെ കോൾ ചെയ്യുന്നുണ്ട്. ഇവര് കോൾ ചെയ്യുമ്പോൾ ഇവര് തിരിച്ചു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായപ്പോ ഞാനാണ് പറഞ്ഞത് ഒരു ഗ്യാങ് ഹൗസിന്റെ അവിടെ വരെ പോവാം. ഓക്കെ, അങ്ങനെ ഗ്യാങ് ഹൗസിന്റെ അവിടെ വരെ വണ്ടി എടുത്ത് പോകുന്ന സമയത്താണ് ഇവര് ഫയർ ചെയ്തത്. എന്തിനാണ് ഇവിടെ വരുന്നത് ഒന്നും പറയാതെ ഇവരെ ഗ്യാങ് ഹൗസിന്റെ റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോയതിന്റെ പേരിൽ ഇവര് വാർണിംഗ് ഫയർ മോളിട്ട് ഇട്ടിട്ട് നമ്മളെ വണ്ടിക്കിട്ട് വെടിവെക്കുകയാണ് ഇവര് ചെയ്തത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന അടിയാവുമെന്ന് മനസ്സിലായി. വാർണിംഗ് ഫയർ ഓൾറെഡി അവർ തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ 100 മീറ്റർ അങ്ങോട്ട് മാറി നിന്നിട്ട് ഇവരെ ഇവരെ വിളിക്കാൻ വേണ്ടിട്ട് കോൾ നമ്പറൊക്കെ ഇട്ടു. ഇവരെ ഡ്രാഗോ എന്ന് പറയുന്ന ഒരു കോ ലീഡർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ആദ്യം മാന്യമായിട്ട് സംസാരിച്ചു, ബ്രോ എന്താ ഇഷ്യൂ എന്നുള്ള രീതി. ഞാനും ആ ഇഷ്യൂവിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. പുള്ളി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സിറ്റിയിൽ ഇല്ലാത്ത പുഷ്പയെ പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പുള്ളിയാണ് പുഷ്പയെ പറ്റിയിട്ട് നമ്മൾ ഫോൺ വിളിച്ചപ്പോ ഈ പുള്ളിയാണ് പുഷ്പ മിണ്ടായി എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞത്. നമ്മുടെ ഫോൺ സ്പീക്കറിലാണ് ഇട്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ കേട്ടത് പുഷ്പ മിണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പുഷ്പയെ പറ്റി നമ്മൾ പറയാൻ തുടങ്ങിയത്. ലൈക്ക് പുഷ്പ ഉണ്ടോ അവിടെ, എന്താണ് ചെയ്യുന്നുള്ള രീതിയിലുള്ള സംസാരം അവിടെ സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷമാണ്. അപ്പം ഈ പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, പുഷ്പയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വാസോണിനെ പറ്റി, അതായത് നമ്മളെ ലീഡറിനെ പറ്റി അവർ പറഞ്ഞെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിന് ഈ സിറ്റിയിൽ ഇല്ലാത്ത ആള് വന്നാൽ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെ ഗ്യാങ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങൂല, നിങ്ങൾ ചെയ്യുന്നുള്ള രീതിയിൽ ഈ പുള്ളി ഇതായി. എന്നിട്ട് ഈ പുള്ളി ആവശ്യം, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ഈ പുള്ളി റേഡിയോയിൽ ഇരുന്നിട്ട് പൊട്ടാ മിണ്ടായിറാ, നീ മിണ്ടായിറാ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയാൻ നേരത്ത് ഞാൻ ഷൗട്ട് ചെയ്ത്, ഞാൻ വിളിച്ചില്ല, കോള് വിളിച്ചില്ല, കാര്യം പറയാൻ പറഞ്ഞപ്പോ ഇവൻ പൊട്ടൻ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷൗട്ട് എന്തിനാണ് പൊട്ടൻ വിളിക്കണം എന്നുള്ള രീതി. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, എന്നെ അല്ല വിളിച്ചത്, ഇവിടെ ഉള്ളവരെയാണ് വിളിച്ചത് എന്നുള്ള രീതിയിൽ ഇതാക്കി.
എന്നിട്ട് ഈ പുള്ളി എന്നെ കട്ട് ചെയ്തിട്ട് രണ്ടാമത് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ അപ്പനെ വിളിച്ചു, എന്തിന് എന്റെ അപ്പനെ വിളിച്ചത്, ഞാൻ ഇത് എന്തിനാ വീണ്ടും എന്റെ അടുത്ത് ഇറക്കി. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അപ്പനെ എപ്പോഴാണ് ഞാൻ വിളിച്ചെന്നുള്ള രീതിയിൽ ചോദിച്ചു. അതിന് ഈ പുള്ളിയടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായ വിഷയമാണ് ഞാൻ ലീഡറിന്റെ നമ്പർ ചോദിച്ചത്, ലീഡറിനെ വിളിച്ചത്. ലീഡറിന് കാര്യം പോലും അറിഞ്ഞുകൂടായിരുന്നു ആ സമയത്ത്. പിന്നെ ഒന്നേന്ന് ഇരുന്ന് സിറ്റുവേഷൻ വീണ്ടും 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 ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് കാര്യം പറഞ്ഞു. ലാസ്റ്റ് നമുക്കിത് ഒരു വഴിക്കും ലീഡറിന് മനസ്സിലാവുന്നില്ല. ലീഡർ ഒരുമാതിരി അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ ആർഡിസിനെ വിളിച്ചു പറഞ്ഞു. കാരണം ഇവർ ഗ്യാങ് ഹൗസിന്റെ അകത്ത് മാത്രം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സിറ്റുവേഷൻ എടുക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പോലും ഇവർ വരാൻ കൂട്ടാകുന്നില്ല. ഫയർ ചെയ്യുന്നു ഗ്യാങ് ഹൗസിന്റെ അകത്ത് ഇരുന്നിട്ട്. ആ ഫയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ വേറെ രീതിയിൽ ട്രിഗർ ആവേണ്ടത്. കാരണം ആർഡിസി തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നേക്കുന്ന ഗ്യാങ് ഹൗസ് അവരൊരു ടെറിട്ടറിയാണ്, അതിന്റെ അകത്ത് അവിടെ വന്നിട്ടോ ആ ലൊക്കേറ്റിൽ വന്നിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് റൂൾ ആർഡിസി പറഞ്ഞതിന്റെ ഒരു പേരിൽ നമ്മൾ അവിടെ നിന്ന് ഒരു സിറ്റുവേഷനും ട്രിഗർ ആക്കാതെ അതുകൊണ്ട് അവിടെ അവര് മൾട്ടിപ്പിൾ ആയിട്ട് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആർഡിസി നമ്മൾ വിളിച്ചു പറഞ്ഞത് ഇതേപോലെ സിറ്റുവേഷൻ ട്രിഗർ ആക്കി. സോ സിറ്റുവേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് അതിന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ആർട്ടിസ്റ്റ് നമ്മൾ വിളിച്ച് പറയുന്നത്. ലൈക്ക് ഇതേപോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. സോ എന്താ അപ്പൊ ആർട്ടിസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതേപോലെ അവരെയും കൂടി സംസാരിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ആർട്ടിസി ഹോൾഡ് ചെയ്യാനൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആർട്ടിസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇതേപോലെ സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നാമത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പുതിയ ഗ്യാങ് കൊണ്ട് അറിയത്തില്ലായിരുന്നു. അത് മിസ്റ്റേക്ക് ആണ്, നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പം നമുക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ലൈക്ക് നമ്മൾ സിറ്റുവേഷൻ ഓൺ ഗോയിങ് ആയിരുന്നു ആ ടൈമിൽ. അപ്പൊ ഇവരെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഒരു വണ്ടി പുറത്തു പോയപ്പോ നമ്മുടെ പുഷ്പ എന്ന് പറയുന്ന ആളെ ഓൾറെഡി ഹോസ്റ്റേജ് ആക്കി കൊണ്ടുവരുന്ന ടൈമിലാണ് എന്നെ ആർഡിസി വിളിക്കുന്നത്. ഇതേപോലെ അവരെ വെറുതെ വിടണം, അവർക്ക് ടൈം വേണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ മീറ്റിംഗ് അയക്കണം എന്നുള്ള രീതിയിൽ അവർ ഹോൾഡ് ചെയ്യണം, സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യണമെന്ന് ആർഡിസിന്റെ അടുത്ത് പറഞ്ഞെന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് ഇൻഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആർഡിസി ഇൻഫോം ചെയ്തുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷൻ എൻറ്റയർലി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ മെമ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ആർഡിസി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു, ഹോസ്റ്റേജിനെ വെറുതെ വിടാനാണ് പറയാൻ. സോ ഞാൻ പറഞ്ഞ സമയത്ത് ഹോസ്റ്റേജിനെ വെറുതെ വിടുന്ന സമയത്ത് ഈ പറഞ്ഞ പുഷ്പ എന്ന ആള് വീണ്ടും ട്രിഗർ ചെയ്യിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതായത് ലീഡറിനെ പറ്റി ലൈക്ക് ലീഡറിനെ ട്രിഗർ ആക്കുന്ന രീതിയിൽ അവന്റെ വായിന്ന് ഇങ്ങനെ സംസാരിച്ചു. വീണ്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ട്രിഗറായി. ആർഡിസി ഫോം വെക്കുന്ന മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഹോസ്റ്റേജിനെ വിടുന്ന സമയത്ത് ആള് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആർഡിസിനെ വിളിച്ചിട്ട് വേണം സിറ്റുവേഷൻ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഇവനെ വിടണ്ട, ആർഡിസിനെ ഒന്ന് വിളിക്കട്ടെ, ഇതേപോലെ വീണ്ടും ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ള രീതിയിൽ വിളിച്ചു. ആ ടൈമിൽ ഇവനെ നേരെ ഗ്യാങ് ഹൗസിന്റെ അകത്ത് കൊണ്ടുപോയി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായത്. അത് ആർഡിസി പറഞ്ഞു ടോട്ടലി ഡ്രോപ്പ് ചെയ്ത് നാളെ സംസാരിച്ചിട്ട് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്താതെന്ന് പറഞ്ഞു. നമ്മളത് ആളെ പറഞ്ഞു വിട്ടു. ഇതാണ് അവിടെ നടന്ന സിറ്റുവേഷൻ. BSB? Okay, sir. Okay. Just a moment. Do you have anything to say against their testimony? Yeah, yes, sir. Absolutely. Sir, മലയാളത്തിൽ പറയാം. Yeah, just a moment. Okay, fine. Sir, just a minute. Okay. So, in the end of the day, Kiwi did not know that we told them to drop the situation. It started with Mr. Ego getting targeted by BSB, talking about the past history. And then Pushpa got dragged into this. DJ Pushpa got dragged. Okay, fine. Next, please, BSB. സർ, ഇവര് പറയുന്ന സിറ്റുവേഷൻ, ഈ മുതുകിലുള്ള സിറ്റുവേഷൻ ഇത് ഒരാഴ്ച മുമ്പ് നടന്നതാണോ എന്തോ അറിയത്തില്ല. എന്തായാലും ഈ ഇടയ്ക്കൊന്നും നടന്നതല്ല. ഓക്കെ, അത് വിട്ടു. അത് പരന്തുവാസം ആരാന്ന് എനിക്ക് അറിയത്തില്ല. ആ പരന്തുവാസം ആരാന്ന് പോലും നമുക്കറിയത്തില്ല. ഈ ലീഡറാണോ ഗ്യാങ് ലീഡറാണോ ഒന്നും അറിയത്തില്ല. ഓക്കെ, നമ്മള് ഇന്നലെ ചില്ലിങ് ആയിരുന്നു, ഞാനും കീരിക്കാടിനും അതേപോലെ നമ്മളെ സാത്ത ലീഡർ. അപ്പോ നമ്മള് ചില്ലിങ് ആയിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് BSP ഡ്രോപ്പ് യുവർ നമ്പർ എന്ന് പറഞ്ഞു. ആ ടൈമില് റാഷുവൻ ഉണ്ടായിരുന്നു. റാഷുവൻ എന്റെ നമ്പർ ഇട്ടിട്ട് BSPയുടെ നമ്പറാന്ന് പറഞ്ഞ് ഇട്ടപ്പോ 07 എന്നെ വിളിച്ചു. കോൾ ചെയ്ത ടൈമില് ബ്രോ വീട്ടിലുണ്ടോ, വീട്ടിൽ വന്നോ കാണാന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഞാൻ വീട്ടിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ വരാൻ പറഞ്ഞ ടൈം ആ മച്ചാന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലാംബോർഗിനി ഉള്ള ഒരു മച്ചാൻ ഇടിച്ചു കയറി, വിത്തൗട്ട് പെർമിഷൻ ഇടിച്ചു കയറിയപ്പോ ഞാൻ പറഞ്ഞു ബ്രോ ഗേറ്റിന്റെ വെളിയില് സംസാരിച്ചിട്ട് അകത്ത് കയറാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ബ്രോങ്കോ എന്ന ടീംസ് വെളിയുന്നു. അങ്ങനെ വീടിന്റെ അകത്ത് കയറ്റിയപ്പോ ഒരു പേഷ്യന്റ് ഡ്രസ് ഇട്ട ഒരു മച്ചാൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും അതേപോലെ ലീഡറിനെ ഒരുമാതിരിയും വൃത്തിയിട്ട രീതിയിലൊക്കെ ഇതാക്കി ഡാൻസ് കളിച്ചൊക്കെ ആയിരുന്നു. സംസാരമൊക്കെ ഭയങ്കര റൂഡായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മച്ചാൻ, ഒരു തൊപ്പി വെച്ച മച്ചാൻ ലീഡറിന്റെ മണ്ടേക്ക് ഫ്രണ്ടിൽ കയറിയിരുന്നു. മീൻസ് ആ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, ആ ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ കയറി.
ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നു പറഞ്ഞു. ഇതിനു മുന്നേ ഈ പേഷ്യന്റ് ആയ മച്ചാന് ഞാൻ വാണിംഗ് ഫയർ കൊടുത്ത ഈ ഡൈനിങ് ടേബിളിന്റെ മണ്ടേ കയറി കിടന്ന് കമ്പിയാവുന്നു ആ കമ്പിയാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ ഒന്ന് വാണിംഗ് ഫയർ കൊടുത്ത് വിട്ട. എന്നിട്ട് സംസാരിക്കുന്ന ടൈമില് ഇവര് പറഞ്ഞു ഇവരെ മര്യാദ ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇത് എവിടുന്ന് ഇത് വരുന്നു. ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഈ മച്ചാൻ പറഞ്ഞു എന്താ ഒന്നും കൂടെ സംസാരിക്കണം, തെറ്റാ മറിച്ചാന്ന്, അയ്യോ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ശരി. ഇവര് ലാസ്റ്റ് ഇറങ്ങിയ ടൈമിൽ ആ മച്ചൻ, ആ പേഷ്യന്റ് ഡ്രസ് ഇട്ട മച്ചൻ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചപ്പോ എനിക്ക് ഒരുമാതിരിയായി. സാത്താൻ പറഞ്ഞു അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക്. എനിക്ക് ഒരുമാതിരിയായി. ഞാൻ ആ മച്ചനെ ഡൗൺ ആക്കി. EMS വന്നു. ഓക്കെ, EMS അടുത്ത് പറഞ്ഞതാ പൊക്കൽ എന്ന് പറഞ്ഞു. ആ ടൈമില് ഇവരാണെന്ന് തോന്നുന്നു, അറിയത്തില്ല, ആരോ വെളിയിൽ നിന്ന് പറഞ്ഞു വന്ന് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പൊക്കിയ ടൈമില് ഈ മച്ചാൻ ഒറ്റ ഓട്ടാ വെളിയിലോട്ട്. ശരി, നമ്മൾ ആ സിറ്റുവേഷൻ വിട്ടു. എന്തായാലും സിറ്റിസൺസ് അല്ലേ, വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വയറില് എന്ന് വെച്ചാൽ ഇവരാ TV വയറിൽ ഇത് വന്നു, BSP ഹായ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ച് TV ഹായ് എന്തെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് പുഷ്പ മെൻഷൻ ചെയ്തു. ഈ ബ്രൂ പറഞ്ഞല്ലേ, ഈ രായം ബ്രൂ പറഞ്ഞല്ലേ, റേഡിയോ എന്നെ ഫോൺ ചെയ്ത സമയത്ത് പുഷ്പയുടെ അടുത്ത് മിണ്ടായിരിക്കുന്ന. അത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രായനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത്. പുഷ്പയുടെ കേസ് അപ്പോഴാണ് ഇവര് പിന്നെ പറയുന്നത്. എന്തൊന്ന് നമ്മളെ ആരാ കെവിൻ ഉണ്ട്, കെവിന് കൂട്ടിക്കൊട്, മറ്റാണ് മറിച്ചതാണ് എന്ന് കുറെ പറയുന്നുണ്ട്. കുറച്ച് ടോക്സിക് ആയിരുന്നു. അത് കഴിഞ്ഞ് 3070 ഇവൻ ആരാന്ന് അറിയത്തില്ല. 3070 ഉള്ള നമ്പർ ഇവരെ കൂടെ ഉള്ള ആളാ. വിളിച്ചിട്ട് പറഞ്ഞു പുഷ്പയുടെ മൂലം നക്കിക്കോട്, മറ്റാണ് മറിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ പട്ടിത്തീട്ടമുണ്ട്, അത് ഉണക്കി കഴിക്കാൻ പറഞ്ഞു. അത് എന്തായാലും കുറെ ആയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഓരോ ഫോണിൽ ഇങ്ങനെ കോള് വരും. ആ ടൈമിലാണ് 07 വിളിച്ചിട്ട് പറയാം ബ്രോ ഇന്നതാണ് മറ്റാന്ന് മറിച്ച. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ ഇത് അഡ്വർടൈസ്മെന്റിൽ നിന്ന് വിളിച്ച ആൾക്കാരല്ലേ, നിങ്ങൾ TV ആണോ? അപ്പൊ ആ മച്ചൻ അക്സെപ്റ്റ് ചെയ്തു, അവര് TV ആണെന്ന് പറഞ്ഞു. 6 പേരുണ്ടായിരുന്നു ഏകദേശം. 6 പേര് TV ന്ന് ഒരു 6 പേര് സിവിലിയൻ ഡ്രസ് ഇട്ട് സിറ്റുവേഷൻ പിടിക്കാൻ പറ്റും എനിക്ക് എന്തായാലും അറിയത്തില്ല. അപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചു. അവര് പറഞ്ഞു അതേന്ന് പറഞ്ഞു. ആ മച്ചാൻ പറഞ്ഞു, ആ 07 എന്ന് പറഞ്ഞ നമ്പറുള്ള മച്ചാൻ പറഞ്ഞു അതെ TV ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് ഗാങ്ഹൗസിന്റെ മണ്ടേ വന്നിട്ട് മലയാള മണ്ടേന്ന് ആദ്യം ഫയർ ചെയ്തു ഗാങ്ഹൗസിലോട്ട്. അപ്പോഴാണ് ഞാൻ RDC വിളിക്കുന്നത്. ആ ടൈമിൽ RDC വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഇതാണ് സംഭവം, അവര് കോൾ ചെയ്യുന്നുണ്ട്, ഓരോ ഫോണിൽ നിന്നും കോൾ ചെയ്ത് ഇങ്ങനെ നമ്മളെ ടോക്സിക് ആക്കുന്നുണ്ട്, അതേപോലെ സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ട് അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ബ്രോ എന്ത് സിറ്റുവേഷനാ? ഈ എന്താ നമ്മളെ ചാറ്റിൽ കിടന്ന് കുണച്ചിട്ട് കയറി അടിക്കാനുള്ള സിറ്റുവേഷൻ ഇതെന്താ എന്ന് ഞാൻ RDC ചോദിച്ചു. അപ്പോൾ അവര് തന്നെ പറഞ്ഞു ഒന്ന് ഹോൾഡ് ചെയ്യും, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ സിറ്റുവേഷനാണ് നമ്മളപ്പോ ഇറങ്ങി. എന്തായാലും RDC പറഞ്ഞല്ലേ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ. അപ്പൊ നമ്മൾ മുതുവാറ്റും അരവാറ്റും സെറ്റാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോ ഇവര് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ താഴത്തെ വീട്ടിൽ നിന്ന് നെയ്ബേഴ്സിന്റെ അവിടെ നിന്ന് ഇവര് ഫയർ ചെയ്തു. ഞാൻ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി. വന്ന ഓൺ ദി സ്പോട്ട് നമ്മൾ അടിച്ചിടുക. നമ്മളെ 2 മെമ്പറിനെ, ലീഡറിനെയും അതേപോലെ കീരിയും അടിച്ചിട്ടു. ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ പുഷ്പ ഇറങ്ങി കൈവക്കി പുഷ്പയെ ഹോസ്റ്റേജ് ആക്കി. ഓക്കെ ശരി, സമ്മതിച്ചു. ആ ടൈമിലാണ് നിങ്ങളെ ഹോൾഡ് വന്നത്. പുഷ്പയെ ഹോസ്റ്റേജ് ആക്കുന്ന ആ ടൈമിലാണ് നിങ്ങളെ ഹോൾഡ് വന്നത്, ഈ വയറ് വന്നത്. ഇവരെ കൊണ്ടുപോയി പുഷ്പ അവിടെ കുറെ ഹ്യൂമിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. ആ ടൈമിൽ നമ്മൾ പുഷ്പയെ വിളിക്കാൻ പോയി. ഞാൻ അപ്പോ RDC വിളിക്കുകയും ചെയ്തു, സാറേ ഇങ്ങനെയാണ് നമ്മളെ 2 മെമ്പേഴ്സ് ഡൗൺ ആയി, അവരുടെ ലൈഫിന് ഒരു വിലയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കാം പുഷ്പയെ വിളിക്കാൻ വേണ്ടി. ഇവരെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മളടുത്ത് റൂഡായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ ഗണ്ണൂരും എടുത്തില്ല. അപ്പോ ഒരു പിങ്ക് ഡ്രസ് മുടിയുള്ള ഒരു നീഗ്രോ, സോറി അപ്പോ ആ മച്ചാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഗണ്ണെടുക്കുന്നു, റേഡിയോ കോൾ എടുക്കും, ഗണ്ണെടുക്കുന്നു, അയ്യോ അണ്ണ അടിക്കുന്നു അണ്ണ മറ്റാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കരയില്ലേ ബ്രോ എന്ന് പറഞ്ഞു. ആ ടൈമിൽ ആ മച്ചാൻ എന്നെയും ലെവിമോനെയും ഹിറ്റ് ചെയ്തു, മുഖത്തടിച്ചു. നമ്മളൊന്ന് റിയാക്ട് ചെയ്തു. നമ്മൾ RDC പറഞ്ഞിട്ട് വന്നതാണ്, നമ്മൾ പറഞ്ഞു RDC എടുത്ത റൂൾസ് ബ്രോ ഇങ്ങനെ ചെയ്യുന്ന മോശമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവരെ ഗാങ്സിന്റെ അകന്ന് എന്തോ ഒരു RDC അണ്ടിയാണ്, RDC തേങ്ങ എന്നുള്ള സംസാരം വന്നു.
അത് ഞാൻ ഇവരെ വിളിച്ച് പറയുകയും ചെയ്തു, RDC വിളിച്ച് പറയുകയും ചെയ്തു. അത് നമ്മൾ കേട്ട സംഭവം. അത് കഴിഞ്ഞ് പുഷ്പയും കേട്ടു. പുഷ്പയെ ഇങ്ങനെ ഹ്യൂമിലേഷൻ ചെയ്യുന്ന ടൈമിൽ പുഷ്പയും കേട്ടു, RDCയുടെ തേങ്ങ എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ ടൈമിൽ നമ്മളെ ഗ്യാങ് വണ്ടിയുടെ ടയർ അടിച്ചു പൊട്ടിച്ചു. പുഷ്പയെ കൊണ്ടുവന്ന ടൈമിൽ ടയർ അടിച്ചു പൊട്ടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ടോക്സിസിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ RDC വിളിച്ചിട്ട് ടൈമിൽ നിങ്ങൾ പറഞ്ഞു ഹോൾഡ് ചെയ്ത സിറ്റുവേഷൻ ആണ്, ഇനി കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലീവ് ചെയ്തു. പിന്നെ ഈ മീറ്റിങ്ങിന് വന്നു. Right. So, I have to say something. Just a moment. All right. May I know the gentleman who spoke earlier from TVA? No. The person who spoke earlier, what's his name? Ryan. No, the one. Sorry, it's me, Damu. No, the person before that. Oh, okay, it's Ryan. No, the one who's standing right in front. Yeah. Yeah. Me. Ryan. No, Ryan, right. So Ryan, were you the people who did that patient thing which the BSB was talking about? No. Okay, and that's why you did not include that in your story, in your side of the story. Okay, now I got one question to BSB. BSB, how did you understand that was TVA? Like, I understand from your story that you got in a conclusion that that patient incident in your gang house was actually TVA. How do you get to that conclusion? Okay, sir, it's number 07. I have contacted him and he told they were TVA. So that's why I understand, bro. Okay, Ryan, sir. who's the owner of the 07 number in 07. your gang? 07. Okay, step forward, please. Now, justify this. Why have you done that patient incident, and why would you take claim out of it? So I won't understand. Can you repeat once more? Sorry. It's very simple. Just they're accusing you, BSB is accusing you for entering the gang house, doing that patient thing. I don't know. You try to trigger them with a patient, and then they murdered the poor patient, and then you took ownership of it. How would you do that? സോ അത് എന്ന് പറയുന്നത് ലൈക്ക് നമ്മളാണെങ്കിൽ ഒരു ന്യൂസ് പോലത്തെ കമ്പനി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്മൾ മങ്കേടി ലൂഫി എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈക്ക് ഇവർക്ക് വിളക്ക് പിടിച്ചെടുത്തു. എന്നിട്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള മങ്കേടി ലൂഫി അവരുടെ ടീമാണ് അങ്ങോട്ട് പോയത്. ലൈക്ക് അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. ദേ വർ സിറ്റിസൺസ്, വി വർ ഗ്യാങ്. ലൈക്ക് ഞാൻ ജസ്റ്റ് ഒരു വർക്ക് പിടിച്ചു കൊടുത്തു, അത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അല്ലാണ്ട് അതിനകത്ത് എനിക്ക് കമ്മീഷൻ കിട്ടും. ലൈക്ക് ആസ് ഒരു എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയുള്ള കമ്മീഷൻ സിറ്റുവേഷൻ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സിറ്റുവേഷൻ ചെയ്ത് ദാറ്റ് വാസ് നോട്ട് ഇൻ ഗാങ് സിറ്റുവേഷൻ. Okay, fine, understandable to a point. Now, apart from that, is there anything you would like to add to what BSB told? You have to anything to reject from what they told? So I have to say something. Go on, please. So like they are literally abusing. Like അവര് സ്റ്റാർട്ട് ചെയ്തപ്പം അവർ പറഞ്ഞായിരുന്നു ടോക്സിസിറ്റി വന്നിട്ടുണ്ടെന്ന്. അവരുടെ ഒരു കോ-ലീഡർ ആണെന്ന് തോന്നുന്നു, സംതിങ് ലൈക്ക് നെയിം എനിക്ക് ഓർമ്മയില്ല. ആളാണ് അബ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ലൈക്ക് ടേക്ക് റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട്. ആ പോളിസിയാണ് എനിക്കുള്ളത്. എൻ്റെ അടുത്ത് വളരെ അബ്യൂസ് ആയിട്ട് സംസാരിച്ചു. സോ ഞാനും ആ രീതിയിൽ തന്നെ തിരിച്ച് സംസാരിച്ചു. ആൾ പറഞ്ഞ ടോക്സിക് ആണ്. സ്റ്റാർട്ടിങ് അവരുടെ സ്റ്റേജിൽ നിന്നാണ്. ഞാൻ അവരുടെ അടുത്ത് അവരെ ഫോണിൽ വിളിച്ചു. ഞാനാണ് വിളിച്ചത്. വിളിച്ച സമയത്ത് ഞാനാണെങ്കിൽ സംസാരിച്ചായിരുന്നു. അവരാണെങ്കിൽ സംസാരിക്കാൻ ഹലോ ബ്രോ കേൾക്കാവോ എന്ന് വെച്ചപ്പോൾ ഒരു മിനിറ്റ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നിട്ട് പറഞ്ഞു പുഷ്പ നീ മിണ്ടായിരുന്നേ എന്ന് പറഞ്ഞു. അവിടെ ആള് പുഷ്പയുടെ പേര് മെൻഷൻ ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു ഓ പുഷ്പ ഉണ്ടോ, എന്നാൽ എനിക്ക് കുറച്ച് പൂ പറിക്കണമായിരുന്നു, പുഷ്പയെ അടുത്തൊന്ന് പറയൂ, കുറച്ച് പൂ പറിക്കാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതി ചോദിച്ചു. ആള് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അത് കണ്ട് ആൾ കട്ട് ചെയ്തു. എന്നിട്ട് ആളുടെ സൈഡിൽ നിന്ന് ഏതൊരു ബുക്കിനെ വിളിച്ചിട്ട് വളരെ വൾഗറായിട്ട് ഞാൻ പഴം തൊളിച്ചു തരാം, എൻ്റെ ഒരു പഴം ഉണ്ട്, ഇതിനെ അണ്ണാക്കി വെക്കൂ, ലൈക്ക് വളരെ അബ്യൂസ് ആയിട്ട് എന്നെ സംസാരിച്ചു. സോ ഞാനും തിരിച്ച് ആ രീതി തന്നെ തിരിച്ച് സംസാരിച്ചു. കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. സോ ഞാൻ ആ രീതി സംസാരിച്ചു. അത് കഴിഞ്ഞു, ആള് വെച്ചു. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ പോയി പോകുന്ന ടൈമിൽ ഇവരുടെ സൈഡിൽ നിന്ന് ഫയറിങ് വന്നു. നമ്മൾ നേരെ അവിടുത്തെ ഓപ്പോസിറ്റുള്ള മലയാളം വണ്ടിയിലൊക്കെ പോയി നിന്നു. അവിടെ ടൈമിൽ വിളിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് എടാ പൊട്ട എണീറ്റ് പോടാ, ലൈക്ക് എന്നെ പിന്നെ അബ്യൂസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് ലൈക്ക് എൻ്റെ ബ്രദറാണ്, ലൈക്ക് നമ്മളെ കോളീഡ്, ആളടുത്തും അങ്കളെ അബ്യൂസ് ചെയ്ത് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും they were using the limitation, like RDCയുടെ ലിമിറ്റേഷൻ യൂസ് ചെയ്താണ് ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഗ്യാങ് ഹൗസിൽ കയറി നിൽക്കുന്നു. പിന്നെ അവർ മെൻഷൻ ചെയ്തായിരുന്നു ഹോൾഡ് എന്നിട്ടാ പോയതാണ് നമ്മൾ ഹോസ്റ്റ് എടുത്തത്. നമ്മൾ ഗ്യാങ് ഹൗസിൽ എത്തി ആളെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കി അവിടെ ബാത്റൂമിലോട്ട് കൊണ്ടുവന്ന ടൈമിലാണ് ഹോൾഡ് വന്നിട്ടുള്ളത്. അതുവരെ ഹോൾഡ് ഇല്ല. they were leaving the gang house. നമ്മൾ വീട്ടിൽ ചെയ്യായിരുന്നു. നമ്മൾ സ്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ ഗ്യാങ് ഹൗസിൽ നിന്ന് ലീവ് ചെയ്തു. നമ്മൾ നേരെ അവിടെ ഇറങ്ങി അവിടെ ഹോസ്റ്റേജ് എടുത്ത് നമ്മൾ പോയി.
ലൈക്ക് ദേ ആർ കൺവേർട്ടിങ് ദി സിറ്റുവേഷൻ. ലൈക്ക് ഒരിടത്തുള്ള ഓൾ പോയിന്റ് ആൾ പറഞ്ഞിട്ടില്ല. അവിടെ RDCനെ നമ്മൾ അബ്യൂസ് ചെയ്യുന്നുള്ള രീതിയിലാണ് ആള് പറയുന്നത്. So, പക്ഷേ അവര് just a moment. You were telling me that Yeah. the RDC pretty much pronounced a hold on the situation when you took their hostage and took them to your bathroom in your gang house, correct? so I won't understand. Can you repeat once more? You pretty much took the hostage to your bathroom in your gang house. At Yeah. that time, only the RDC told to hold the situation. Am I right? Yeah. Okay, next. ലൈക്ക് നമുക്ക് ഇത്രേ പറയാനുള്ളൂ സർ. ലൈക്ക് ഇവരിപ്പോൾ ഇവിടെ കുറേ സിറ്റുവേഷൻ ടെസ്റ്റ് ചെയ്തു. ഇതിനകത്ത് മെയിൻലി നമുക്ക് ഫീൽ ചെയ്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ദേ വർ ലൈക്ക് ട്രൈങ് ടു ബി ഗുഡ് ഇൻ യുവർ ഫ്രണ്ട്. ലൈക്ക് അവർ അതിൻ്റെ ബാക്ക് സൈഡിൽ അവർ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു അഡ്വാൻറ്റേജ് ലൈക്ക് ദേ ആർ മെൻഷനിങ് മച്ച് ടൈംസ് ലൈക്ക് അവർ സാറിൻ്റെ അടുത്തുള്ള റെസ്പെക്ട് ദേ ആർ ട്രൈങ് ടു പ്രൂവ് ദേ ആർ റെസ്പെക്ടിങ് ആൻഡ് വി ആർ നോട്ട് റെസ്പെക്ടിങ്. ലൈക്ക് അവർ ആ സാധനം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാറിൻ്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവരവിടെ നമ്മുടെ അടുത്ത് സംസാരിച്ച വളരെ സുഖമായിട്ടായിരുന്നു. ലൈക്ക് നമ്മുടെ അടുത്ത് നിന്ന രീതിയിലല്ല സാർ നമുക്ക് തിരിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അവര് ഗ്യാങ് ഹൗസിൽ കയറുന്ന സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് ഗ്യാങ് ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാ? നമുക്ക് സിറ്റുവേഷൻ എടുക്കണ്ടേ സാർ? എന്റെ പൊന്നെണ്ണ സബ്ജക്റ്റ്. So overall, pretty much both sides of that. And now I just want to get to the bottom of one thing. What does TVA have about the RDC? Is there accusations about talking bad about us real? Go on. Why was your members saying unnecessary, insulting kind of vulgar language for the RDC? സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല സംഭവം. സാർ അവർക്ക് ഇത്രയും വലിയൊരു കള്ളത്തരം കഥ പറഞ്ഞുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു ചെറിയൊരു വാക്ക് പറയാൻ നമ്മള് ടിവിയെ നിങ്ങൾ RDCനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു. അത് അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടാക്കാനാണ് അവര് ട്രൈ ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ചെയ്യുന്നില്ല. ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ RDC പറഞ്ഞ് ആ സിറ്റുവേഷൻ അവിടെ ഡ്രോപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ലീഡറിനെ പറഞ്ഞിട്ട് പോലും നമ്മൾ അത് ചെയ്തു. കാരണം നമ്മളെ ലീഡർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ RDCനെ ആ ഒരു ലീഡറിന് കൊടുക്കുന്ന വാല്യൂ നിങ്ങൾക്ക് തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നേ വരെയായിട്ട് ഈ RDCനെ വിളിക്കുമ്പോൾ മോശമായിട്ട് പെരുമാറുക നമ്മൾ ഇന്നേ വരെ ഇതുവരെ ചെയ്തിട്ടില്ല. അതൊരിക്കലും ചെയ്യത്തുമില്ല. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവര് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ ചുമ്മാണ്, ഇതൊക്കെ അവരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല. എന്റെ മെമ്പേഴ്സും അങ്ങനെ പറയത്തില്ല. അവര് പറയത്തില്ല. അവർ കാരണം അവര് റെസ്പെക്ട് തന്നെ. ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സപ്പോസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു സൈഡ് മാത്രമേ അവിടെ ബാഡ് അടിച്ചോളൂ. അവർക്ക് അറിഞ്ഞൂടാ, അതൊരു കാര്യം. പുതിയ ഗ്യാങ് ആയതുകൊണ്ട് അറിഞ്ഞൂടാത്തായിരിക്കും സ്ഥിതികരിച്ചത്. No, what I gotta say about the hold, right? If a person's gonna be that specific, like, hey, you're taking the hostage. ഹോൾഡ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്റ്റേജ് എടുക്കുന്നത്. See, I understand that, but we know what we were going through yesterday, right? Yes, I read the reports. But if a person's gonna be that specific, like only when we took the hostage to the bathroom did we understand that the RDC told us to hold. That means they're actually telling the honest truth over, because he's telling detail. You get what I mean? പിന്നെ അതുമല്ല ഹോസ്റ്റേജിനെ കൊന്നിട്ടുമില്ല, തിരിച്ചു വിട്ടില്ലേ? Yeah, they did. Yeah, that's a bonus. That's a really big bonus. There's no blood spilled over here from my perspective. പോവേണ്ടി വന്നില്ല ആക്ച്വലി. And then about that patient incident, I need a collaborative story on that, because honestly, that's totally civilian from my perspective. അതിൽ അടപ്പേണ്ട ഒരാവശ്യമില്ല. ആ സാധനം അടപ്പേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. രണ്ട് സൈഡിലും പ്രോപ്പർ സിറ്റുവേഷൻ ആണ്. രണ്ട് സൈഡിലും പ്രോപ്പർ ആയിട്ട്. And it all started a week back or 2 weeks back according to BSB, and then TV is saying it started day for years. അല്ല, ഇത് വേറൊരു കാര്യം കൊണ്ടിട്ടേക്ക. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇത് നമ്മള് പറ്റത്തില്ല. Yeah, and plus there's talk about previous history and all. Why are they picking up on previous history? There's no requirement. അതും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം ആ ഒരു കാര്യം. Yeah, there's no requirement. This is a place where nobody talks about previous history that much. Now, and unless if you are thinking to document your history and write it down and let it be know, yeah, this is the history of this and that's the history of that. Yeah, okay. But taking it in a situation, there's no reason to insult a person based on previous history. Because a man cannot be determined or judged based on one's previous actions. A man can change. Yes. So can a group of people also. Now, about disrespect to the RDC, I'll be very clear about that. Don't worry, I will reply for that distinct reason. അതിൽ നമുക്ക് പ്രൂഫ് ഇല്ല. വിത്തൗട്ട് പ്രൂഫ് നമുക്ക്. See, there's no proof. That's why I'm not going to do any action on that. Right? There's only one side accusing it, but I'm going to be very clear about what I'm going to draw a line over.
Because in the end of the day, there's one person who's got to be satisfied and happy with everything, and that's the Godfather. If the പിന്നെ Godfather does not like it, he will do things which we don't ബി like. എസ് പിയുടെ സൈഡിൽ നിന്ന് ഒരു ടോക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDC ക്യാഷ് മേടിച്ചിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ടോക്ക് വന്നു. രണ്ടുപേരുടെ ജീവന് ആര് ഉത്തരവാദിത്തം എന്നുള്ളൊരു ടോക്ക് വന്നു. Let me explain to you. Let me explain to you what is the RDC's role. The RDC is not. എന്നോടല്ല ടേക്ക പറയാനുള്ളത്, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. Okay, yeah. This is what I'm going to tell them. This is what I'm going to tell them very clearly. The RDC is not your puppet to pay money and to give guardian. We're not your guard. We're not your personal bodyguard. Understand that? We're an organization, a private military, and a family. Right? A family means we are all relation. We love each other. We have brotherhood with each other. Private military is because we got to protect Kaya Perico. Organization because we got to run the syndicate. We work for the Godfather. Yes. First things first. Second, protection money means protection from the police, not from each other gang. We are not your personal hitman to walk in and do whatever we want to do and so on and so forth. We are only there when we are summoned. ഓസ്ട്രേലിയ സിറ്റുവേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോവും, അവർക്ക് ഒരു ഹെൽപ്പ് On the condition that they call us. On the condition they call us. But if they don't call us, we have no business to come and like put our face into it, because we are not here to interject on behalf of anybody. We are not favorable for anybody. We're only favorable for the Godfather. In the end of the day, the syndicate must stay safe. The syndicate must work. That's how it is. This is not BSP syndicate. This is not TBS syndicate. This is not my syndicate. This is the Godfather syndicate. നമുക്ക് അധികം ഡിലേ ആക്കണ്ടേക്ക. Let's draw the line. ഫൈനൽ ഡിസിഷൻ. Saifa, you have to say anything about this? ഫൈനൽ ഡിസിഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ പോരെ? എന്നുള്ള രീതിക്ക് It's going to go to war pretty much. Let us settle it gun to gun. അതിന് മുമ്പായിട്ട് TVക്ക് ഫസ്റ്റ് വാണിംഗ് എന്നുള്ള രീതിക്ക് കൊടുക്കുക. കാരണം പുതിയ ഗ്യാങ് ആയിട്ട് ഒരു കൺസിഡറേഷൻ കൊടുക്കുക, വാണിംഗ് എന്നുള്ള രീതിക്ക്. അടുത്തതിന് തൊട്ട് RDCനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് സിറ്റുവേഷൻസ് എടുക്കാൻ പാടില്ല. ഈവൻ ഇൻ ഗ്യാങ്. See, I'm going to let it slide just once, okay? Just once, all right? But the next time we'll be taking some action on that, because this is I don't consider our kindness to be weakness. Very simple as that, right? We can understand that a new gang, okay, fine, new gang in the city, fine, all right. But once, just once. Okay, let's go draw the line. Come. It seems like we have come to a conclusion. We discussed in detail of what this is all about right now. Let's get down to this very simple thing. Now, many people will think that this protection money which has been paid to the RDC is to protect them or to save their members from other gang members as hostage situation. BSP, that's not the truth. Protection money is for you to get protected from the police. They don't interfere with your business. They don't interfere with your gang. They don't interfere with your bog weapons. Nothing like that. Am I clear? Okay. It's very simple as that. Now, if there's a hostage situation, you need the assistance of the RDC. That time, of course, drop the badge. We will come in between that, like how what's happening right now. Yes, because in the end of the day, your guy from the TBA gang house, supposedly, he was given away, right? After we told him to drop the situation, he was not hurt. Am I right? But he was humiliated, bro. He was humiliated, and that's why I'm going to come to that conclusion also. Okay. Yeah, I understand that. Humiliation is of major importance, especially when it comes to maintaining respect and the decorum between gangs. In the end of the day, the RDC does not work for any gang particularly. Yes, we're here for the Godfather. There's one man who sits on top of this and who sits on top of the syndicate, and that's the Godfather. We work for the Godfather. You work for the Godfather. You too, TV, work for the Godfather. Am I clear? We're all working for the Godfather. Now, if the Godfather seems to not like any one of us, and he feels like, I don't like you that much, and if he wants to remove you, he would do that. There will be no questions asked. That's including for the RDC. He's a very powerful man, and I would not test his patience. Now, coming down from apart from that, TVA, since you are pretty much a new gang in the city, yes, we're going to let it slide once. Next time, be careful about our call-outs. When we say drop the situation, so we're not going to give you a warning point or anything like that. But, all right, there is no bulk point reduction, so on and so forth. But I want you to let you know, today I want you guys to settle out your differences. BSP versus TVA war.
Incendio Palato. Now, because BSP's gang member, his leader, their leader, was taken and humiliated, BSP has the fortune of calling where they can fight. Am I clear? Aye. All right. I suppose that's a fair dealing, correct? Yeah. Yes. You have the fair ground. You can fight in your home turf. Let it be Incendio Palato. എന്റെ വിഷ്ണു You get ready for a war. ഡിസിഷൻ ആണ് Okay. ഇതിൽ ആരെ സപ്പോർട്ട് ചെയ്തെടുത്ത ഡിസിഷൻ Thank you, sir. All right. Now, Cypher. Sir. Escort TVA and BSB off. Cypher. ഒരു കാര്യം കൂടെ ലാസ്റ്റ് ആയിട്ട് പറയാണ് വീണ്ടും ടി വി എടുത്തും ബി എസ് പി എടുത്തും പറയാണ് നിങ്ങൾ ആർ ഡി സിന് ലൈക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈവൻ ബാഡ്ജായിട്ട് പോലും അവിടെ ഒരു സിറ്റുവേഷൻ റൈസ് ആവരുത്. ഓക്കെ, നിങ്ങൾ സപ്പോസ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഫുള്ള് സ്റ്റോപ്പ് ചെയ്തോളണം. പിന്നെ നിങ്ങളുടെ ഒരു മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വരെ ഉണ്ടാവരുത്. We are trying our best to understand the situation from your perspective. Understand this, right? We don't have any so-called cameras and so on and so forth. We want to hear it from you. We trust you. Each and every gang member we trust. Do not lie to us. Do not abuse our trust. Because if we find out you lied to us and if you abused our trust, then there's going to be hell to pay. Am I clear? Yes, sir. Very simple as that. That's what I told both of you guys to speak your side. Now I have the resources to actually go and check out if it's true or not and so on and so forth. But I trust each and every one of you. As a part of the syndicate, there is that. Am I clear? Clear. Good. സാർ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. Please. സാർ കുറച്ചു മുമ്പ് ഇവിടെ സംസാരിക്കാൻ സാർ ഇവരോട് സംസാരിച്ചപ്പോ ഇവര് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ നീഗ്രോ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ Yes. ജാഗോ എന്ന് പറഞ്ഞ ആള്. സാർ അത് നമ്മളെ ഗ്യാങ്ങിനെ ഒരു ആ പുള്ളീനെ അല്ലെങ്കിൽ അത് എന്റെ അനിയനാണ് സാർ. അവര് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അത് ഇവിടെ അഡീസിയുടെ മുമ്പിൽ തന്നെ വന്ന് സോറി പറയണം സാർ. കാരണം നമ്മളെ ഗ്യാങ് ഇതിന്റെ വെച്ചിട്ട് നീഗ്രോ എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അവരൊരു പേരുണ്ട്, അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയാം, ടിവിയിലെ ഒരു മെമ്പർ എന്ന് പറയാം. നമ്മളും ആ രീതിയിലാണ് റെസ്പെക്ട് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ആ ഡി.സിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ഡി.സിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവൻ ഇരുന്നിട്ട് നീഗ്രോ എന്നൊക്കെ വിളിക്കുന്നതാണ് കണ്ടത്. അത്രേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് സോറി പറയണം. അത് നമുക്ക് നമ്മളെ മെമ്പറിനെയാണ് പറഞ്ഞത്. സർ ഹലോ. Yes. ഓക്കെ സാർ, അങ്ങനെ സോറി പറയുകയാണെങ്കിൽ പുഷ്പയുടെ മൂലം പോയി നക്കെന്ന് പറഞ്ഞ ഇവയല്ലേ സാർ അത് ഇവിടെ ആർടിസിയുടെ ഫ്രണ്ട് ആർ.ഡി.സിയുടെ ഫ്രണ്ടിൽ നടന്ന സിറ്റുവേഷൻ ആണ്. Just a moment. Just a moment. See, first of all, the RDC will not stand up for racism. First things first, right? BSB. Calling a person Negro is totally unnecessary. That's pretty much degrading or derogating a person based on skin color, and that's not justifiable in any consideration. Am I right? Sir, his color was white, but he's masked with Negro type. That's why I called him Negro. I don't know his name, so You can at least say as a TV member, man. That's a bit too much. I'm sorry to say, man. You got to understand that. It's sir. humanly speaking. How would you feel if I called you a cracker? Cracker is actually a white derogatory term used to call white people by black people. How would you feel that? I don't do that. I don't expect anybody to do that. Basic humanity must be practiced amongst gangs. Yes, Respect. You told only give respect, take respect. I suppose as an adversary, they deserve to have your respect. Okay. Okay? So draw the line and apologize for that. Okay, sir. My bad, sir. TVA, is that all right with you? Because in Okay. the end of the day, okay, All right. simple as that. Now, BSP, as I told you, you have the advantage. Choose your battleground wisely sir. Yeah. and settle it. Okay? Sandia Palato, your choice. TVA, get ready for a ഇവിടെ war. വെച്ച് ചൂസ് ചെയ്തിട്ട് Okay. പോയാൽ മതി. ഇവിടെ വെച്ച് ചൂസ് ചെയ്തിട്ട് വിടാൻ. That's better. സർ നമ്മളെ മെമ്പേഴ്സിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു Steve bro, thank you Sure. for ഓക്കെ. Take your time, yeah? call ചെയ്യരുത്. റേഡിയോയിലേക്ക് ഒരു ചോദിച്ചാൽ മതി കേട്ടോ. Yes. ഓക്കെ. Thank you for the GPay bro. Thank you. Apart from this, is there anything else you want to bring to my attention? ഹലോ. എടാ കോള് എടാ സാൻഡി ആണോ പെലാറ്റ് ആണോ? Lakan, is there anything on the agenda for today? പെലാറ്റ്. സാൻഡി. ഓക്കെ. ലാസ്കോ. There is? റെഡി ലീവ് ചെയ്യുന്നത്. ഓക്കെ. All right. Let's see. ഓക്കെ. ഇറങ്ങുന്നേ. So, what's your decision? സർ വി വിൽ ഗോ ഫോർ സാൻഡി. Sounds good?
യാ Fine. ഓക്കെ 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 രണ്ടുപേരും കേട്ടല്ലോ. ഇനിയിപ്പം ഇതിന്റെ കേട്ടു. പുറത്തോട്ട് പോയിട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യരുത്. സാൻഡിയിൽ വെച്ച് വേണം സിറ്റുവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതിന്റെ പുറത്ത് Have പോകണമെങ്കിൽ have a സംസാരങ്ങളോ informal meeting. Don't call each other unnecessary things. Take it out on each other, gun to gun.